എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചോ അത് നേടിയിട്ടേ കർട്ടം വീഴും. പക്ഷെ അതുവരെ ബുദ്ധിപൂർവ്വം കരുകൾ നീക്കണം. അതെങ്ങനെയാടാ? നമ്മളോട് ഇറങ്ങിപ്പോകാനല്ലേ അവള് പറഞ്ഞത്? ഇറങ്ങി എങ്ങോട്ട് പോകാനാ? നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അവക്കിനി ഇവിടെ തനിച്ച് കഴിയാനും പറ്റില്ല. നാട്ടുകാർ ചോദിക്കും, ഇത്രയും ദിവസം കൂടെ താമസിച്ചിരുന്ന ഭർത്താവ് എവിടെയെന്ന്. ഇറക്കി വിട്ടു എന്നെങ്ങാനും അവള് പറഞ്ഞ അതിനുള്ള മറുപടി നാട്ടുകാർ കൊടുത്തോളും. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും അവൾക്ക്. കടന്നക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ ആവും. എല്ലാം കൂടെ ആവുമ്പോൾ നന്നായിരിക്കും. അല്ല മോനെ, നമ്മളിപ്പോ ഇനി എന്താ ചെയ്യുക? വീണ്ടും അഭിനയിക്കണം, പുതിയ നാടകം. എങ്ങനെയായാലും അഴകത്ത് തറവാട് കൈക്കലാക്കണമെങ്കിൽ ബാലാമണി സഹരിച്ചേ പറ്റൂ. അതുകൊണ്ട് പിണക്കാൻ പാടില്ല, ഇണക്കി നിർത്തണം അവളെ. എങ്ങനെ? എന്തു പറ്റി ആനന്ദ്? ഏയ് ഒന്നുമില്ല. പിന്നെന്താ മുഖമല്ലാതെ? എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ അബി. ഞാനേ ഒന്ന് കുളിക്കട്ടെ. എന്തായി ആനന്ദ് സാറേ? അന്വേഷിച്ചോ? എന്റെ ദിനേശ് ചേട്ടനെ പറ്റി വല്ല വിവരവും കിട്ടിയോ? എന്താ സാറേ ഒന്നും മിണ്ടാത്തത്? എന്നെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ. ഹലോ ഹലോ, അവിടെ വന്നത്. അയ്യേ, ഇങ്ങനെയല്ല അച്ഛമ്മേ, സൈഡിന്ന്. ഈ അച്ഛമ്മയ്ക്ക് ഒരു ഫാഷനും അറിഞ്ഞൂടാ. ഇങ്ങ തന്നെ. ഓ, ഇതാണോ ഫാഷൻ? അച്ഛമ്മ പഴയ ആളല്ലേ കുട്ടാ, അതുകൊണ്ടാ പഴയ മാതിരി ആയി പോയത്. ഈ ഉടുപ്പിട്, കൈ കാണിച്ച്. ഇതാ ഞാൻ ഇടിയിക്കാം. അച്ഛമ്മ ഇടിയിച്ചു തരാം. മോനെ, ഭഗവാനെ, ഇത് ആരെയായി വന്നേക്കുന്നേ? അനന്ത് തന്നെയാണോ? ഞാൻ അമ്പലത്തിലൊന്ന് പോയി. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അർച്ചന കഴിച്ചു. പ്രസാദം. പിന്നെ ഇത് ഇന്ന് മാത്രം പോരാ, എന്നും ഇതുപോലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചുപോയി പ്രാർത്ഥിക്കണം. ദുഷ്ചിന്തകളും ദുശീലങ്ങളും ഒന്നും ഇനി വരാനിടയാകരുതേന്ന്. എന്നാലേ കുടുംബത്ത് ഐശ്വര്യം വരൂ. ഇനി ഞാനിത് മുടക്കില്ല അമ്മേ. ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ ബാലാമണി കൂടെ വന്ന ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ച. അതിനെന്താ, അവൾ നിന്റെ ഭാര്യയല്ലേ?
ബാലാമണി നിന്റെ കൂടെ വരും. അപ്പൊ ഞാനോ? മോനും ഉണ്ടാകും. മോനും അമ്മയും അച്ഛനും ഒരുമിച്ച് പോയി തൊഴുത് പ്രാർത്ഥിക്കും. ഭഗവാനെ നല്ലത് മാത്രം വരുത്തണേന്ന്. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്നെ ഒരു സ്ത്രീ വിളിച്ചിരുന്നു. സ്ത്രീയോ? ഏത് സ്ത്രീ? ഒരു സൗദാമിനി. ആനന്ദിന്റെ ഫോണിലേക്കാ വിളിച്ചത്. ദിനേശിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമെന്നാ ചോദിച്ചത്. ദിനേശ് എന്ന് പറയുമ്പോ അന്നിവിടെ അനന്തുവിനെ കൊണ്ടുവന്ന ആളല്ലേ? ദിനേശൻ എന്ന് തന്നെയല്ലേ അയാളുടെ പേര്? ആ, അങ്ങനെ തന്നെ അയാൾ പറഞ്ഞത്. ഈ സൗദാമിനിയും അയാളുടെ ഭാര്യയായിരിക്കും. അവരെന്താ അങ്ങനെ ചോദിച്ചത്? ദിനേശനെ പറ്റി വല്ല വിവരവും കിട്ടിയോന്നു? ആനന്ദ് അന്വേഷിച്ചോന്നു? എന്തു പറ്റി അയാൾക്ക്? എവിടെ പോയി അയാള്? നമുക്ക് എങ്ങനെ അറിയാനൊക്കെ അബി? ഈ ദിനേശ് എന്ന് പറയുന്ന ആള് നമ്മൾ ആരുമല്ല. നമ്മളുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്ട്സും ഇല്ല. Then why should we bother? പിന്നെന്തിനാ അവർ ആനന്ദിനോട് ചോദിച്ചത്? പലരോടും ചോദിച്ചു കാണും, ആ കൂട്ടത്തിൽ എന്നോടും. എന്തായാലും അയാൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ആകെ പരിഭ്രമിച്ച് ആ സ്ത്രീ വിളിച്ചത്. എന്തു പറ്റിയോ എന്തോ, ആർക്കറിയാം. എങ്ങോട്ടാ ദിനേശ? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അല്ലേ? അനന്തു, ആനന്ദ് സാറിന്റെ അനിയൻ. അനിയൻ നിങ്ങളാണോ ഇതിന്റെ പിറകില്? അതെ ദിനേശ, മുന്നിലും പുറകിലും മാത്രമല്ല, വശങ്ങളിലും ഒക്കെ ഈ അനന്തു തന്നെ. എന്ന് വെച്ചാ എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ഭാഗത്തേക്ക് നിനക്കിനി മൂവ് ചെയ്യാൻ പറ്റില്ല. കത്രിക പൂട്ടിട്ട് പൂട്ടിയിരിക്കാൻ നിന്നെയാ. എന്തിനാ എന്തിനാ നിങ്ങൾ എന്നോട് ഇത് ചെയ്തത്? നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. വെള്ളം അടിച്ച് റോഡിൽ കിടന്ന് നിങ്ങളെ പൊക്കിയെടുത്ത് ആനന്ദ് സാറിന്റെ വീട്ടിൽ ഞാൻ എത്തിച്ചു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ സഹായത്തിനാണോ ഈ ജയിൽ ശിക്ഷ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദിനേശൻ അവിടെ പോയിരിക്കുക. എനിക്കിരിക്കണ്ട, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. എത്ര ദിവസമായി എന്നെ ഇതിനകത്ത് ഇങ്ങനെ. ദിനേശൻ പറഞ്ഞ മുഴുവൻ നേരാ. നമ്മൾ തമ്മിലെ യാതൊരു ശത്രുതയില്ല. എന്റെ സഹായിയാ നീ. അതുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ പൊക്കിയതും. സാധാരണ കിഡ്നാപ്പ് ചെയ്യുന്നതുകൊണ്ട് മെച്ചം ഉണ്ടാവുന്നത് കിഡ്നാപ്പർക്ക് മാത്രമാണ്. പക്ഷേ ഇതിൽ ഗുണം എനിക്ക് മാത്രമല്ല, നിനക്കും കിട്ടും. ദിനേശൻ എന്താന്ന് മനസ്സിലായില്ല അല്ലേ? മനസ്സിലാവുന്ന പോലെ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. തൽക്കാലം ദിനേശന് ഇപ്പം അങ്ങനെ ഫുള്ളായിട്ടൊന്നും മനസ്സിലാക്കണ്ട. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രം പറയാം. ആനന്ദില്ലേ, നിന്റെ ആനന്ദ് സാറ്, എൻ്റെ ഏട്ടൻ, അയാളെ കൊടുക്കാനായി ഈ പദ്ധതി. ഇടവും വലവും തിരിയാതെ കൊടുക്കാൻ. അനിയൻ സ്വന്തം ചേട്ടനെ? എടോ, ഇതിൻ്റെ അകത്ത് അനിയനും ചേട്ടനൊന്നുമില്ല. ലക്ഷ്യം മാത്രം. അതെനിക്ക് നേടണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം. എന്താ
ദിനേശനത് പറ്റുമോ? വലിയ ആലോചനയൊന്നും വേണ്ട, നീ ഉണ്ടാവണം എൻ്റെ കൂടെ. കാരണം മേലനങ്ങാതെ വല്ലവൻ്റെയൊക്കെ കാശടിച്ചു മാറ്റുന്ന ബ്രാൻഡാ നീ. നീ ഉദ്ദേശിക്കുന്ന എന്താണോ അത് നിനക്ക് കിട്ടും. നമ്മൾ ഒന്നിച്ചു നിന്നാ 100% ലാഭക്കച്ചവടം. എന്തു പറയുന്നു? യെസ് ഓർ നോ? യെസ്. ആ, അത് കൊള്ളാം. എന്താ ഒരു ആലോചന? നമ്മുടെ ബാലാമണിയെ പറ്റി തന്നെ. അന്ന് അനന്തുവിന്റെ കൂടെ വന്ന അവളുടെ രൂപം ഓർമ്മയുണ്ടോ? എത്ര മാറിപ്പോയില്ലേ അവൾ? ശരിയാ, പഴയ ബാലാമണിയുടെ നിഴലാണെന്ന് പോലും പറയില്ല. എന്താ അവൾക്ക് പറ്റിയേ? അവൾക്കല്ല, ദൈവത്തിനാ സംഭവിച്ചത്. അവരുടെ ജീവിതരേഖ വരച്ചപ്പോ ദൈവത്തിനെവിടെയോ കൈപതറി. ബാലാമണി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ മുഖം കണ്ടാൽ അറിയാം. നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാലോ ആനന്ദ്? അനന്തവും അവളും മോനും കൂടി ഇവിടെ താമസിക്കട്ടെ. എന്താ? ഇവിടെയല്ല അബി ബാലാമണി താമസിക്കേണ്ടത്. അവളെ കാത്തു നിൽക്കുന്നൊരു വലിയ വീടുണ്ട്, അഴകത്ത് തറവാട്. ബാലാമണിക്ക് മാത്രം അവകാശപ്പെട്ട തറവാട്. അഴകത്തമ്മ അവൾക്കായിട്ട് എഴുതി വെച്ചത്. മറ്റെവിടെ താമസിച്ചാലും അത് ബാലാമണിയുടേതാവില്ല. ആ താമസത്തിൽ അവൾക്ക് അഭിമാനവും തോന്നില്ല. സമ്മതിക്കോ അതിനവള്? സമ്മതിപ്പിക്കണം. അത് നമ്മുടെ കടമയാ, ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ, ഇതിപ്പോ എത്ര ഓഹരിയാ? ഓഹരിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. തറവാട് എൻ്റെ ഭാര്യ ബാലാമണിയുടെ പേരില. എന്നാലും പൂർണ്ണമായി കൈയവകാശം കിട്ടാൻ 1-2 നടപടി കൂടെ ബാക്കിയുണ്ട്. വക്കീലുമായി സീരിയസ് ആയിട്ട് ആ കാര്യം ചർച്ചയില്ല. മാക്സിമം സ്പീഡിൽ തന്നെ ഒഴിവാക്കേണ്ട ക്ലോസുകളെല്ലാം ഒഴിവാക്കിയ ശേഷം തറവാട് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഭാര്യയുടെ പേർക്ക് രജിസ്റ്റർ ചെയ്യും. പിന്നെ നമ്മുടെ ഡീൽ ഈസി ആയില്ലേ? അഴകത്ത് തറവാട് നിങ്ങളുടെ കയ്യിലെത്തും. ഇതിൻ്റെ ഇടയിൽ ആരും കയറി ഇടങ്കോലിടില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയി പക്കയായാലേ ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഭൂത കണ്ണാടി വെച്ച് നോക്കി എല്ലാം ക്ലിയർ ചെയ്തോളൂ. എന്തെങ്കിലും ഒരു സംശയം ഇതിൻ്റെ ഇടയ്ക്ക് തോന്നിയാൽ വിഡ്രോ ചെയ്യാം. ഒരു ഡീലെന്ന് പറയുമ്പോൾ അത് വാങ്ങുന്നവനും വിൽക്കുന്നവനും വിശ്വാസം വരണം. പണമല്ല പ്രധാനം, വിശ്വാസമാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ വിളിച്ചോളാം. ശരി. ദിനേശ, നീ എന്താ ഇവിടെ? നിന്നെ ആരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എനിക്ക്
എനിക്കൊന്നും അറിയില്ല. എന്നെ ഇവർ കൊല്ലും. എന്നെ ഒന്ന് രക്ഷിക്ക് സാറേ. ഓ, നിന്റെ പുതിയ നാടകം അസലാവുന്നുണ്ട്. നീ എന്താ കരുതിയത് ഞാനൊരു മണ്ടനാണോ? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള നിന്റെ പുതിയ നമ്പറൊക്കെ കൊള്ളാം. സൈബർ സെല്ലിലെ എൻ്റെ സുഹൃത്തിന്റെ സഹായത്തോടെയാ ഞാൻ നിന്റെ ഈ പുതിയ താവളം കണ്ടെത്തിയത്. താവളം കണ്ടുപിടിച്ച സ്ഥിതിക്ക് സാറിപ്പ ചെല്ല്. ഇനി പോലീസിനെ വിളിച്ചുകൊണ്ടൊന്ന് ഓവർ സ്മാർട്ട് ആവല്ലേ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ നിന്റെയും കൂട്ടുകാരുടെയും അഭിനയം കണ്ട് വിലയിരുത്താനൊന്നുമല്ല. ഞാൻ പോവുകയാ. പിന്നെ പോലീസിന്റെ സഹായം ഞാൻ തേടും. ഇനി എന്റെ ജീവിതത്തിലൊരു വിലങ്ങ് തടിയായിട്ട് നീ വന്ന, അതുകൊണ്ട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയാ, ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ നീ വന്നു പോരുത്. സാറൊന്ന് നിന്നേ. തൽക്കാലം ഈ പേപ്പേഴ്സ് ഒന്ന് ഒപ്പിട്ടിട്ട് പൊയ്ക്കോ. അപ്പൊ ഇതായിരുന്നു നിന്റെ ഉദ്ദേശം. മോനെ ദിനേശ, ഇതിലപ്പുറത്തെ കളി കളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്റെ ഗതികേട് നീ ചൂഷണം ചെയ്യരുത്. അതിനുള്ള പ്രതിഫലം നിനക്ക് ഞാൻ തരുകയും ചെയ്തു. പക്ഷേ ഇനി ഒരു ചില്ലിക്കാശ് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. അറിയാലോ, അളമുട്ടിയ ചേരയും കടിക്കും. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ ഞാൻ. അതിനിടയില അവന്റെ ഒരു ഓലപ്പാമ്പ്. നിന്നേ അവിടെ നിൽക്കണം. പൊക്കോട്ടെ. ആനന്ദ് എന്തു പണിയായി കാണിച്ചേ? പൊന്മുട്ടയിടുന്ന താറാവൻ. അയാളെ ഇപ്പൊ ഇവിടുന്ന് വിട്ടെന്തിനാ? തൽക്കാലം അയാളിപ്പോ പോട്ടെ. ഈ സ്ഥലവും നമ്മളെയൊക്കെ കണ്ട സ്ഥിതിക്ക് അയാൾ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്താലോ? എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. പേടിക്കണ്ട, അയാളൊന്നും ചെയ്യില്ല. അതെനിക്ക് നല്ല ഉറപ്പാ. ഇപ്പൊ വിട്ടെങ്കിലും അധികം വൈകാതെ തന്നെ അയാൾ നമ്മുടെ കാൽ കീഴിലേക്ക് വരും. നമുക്ക് കാത്തിരിക്കാം ദിനേശ. മലമണിക്ക് സുഖമല്ലേ? ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് സുഖവും ദുഃഖവും തമ്മിൽ യാതൊരു വ്യത്യാസവും തോന്നില്ല ആനന്ദ് സർ. ഞാനിപ്പോ അങ്ങനൊരവസ്ഥയിലാ. ഞാൻ ഈ ചോദ്യം ചോദിക്കരുതായിരുന്നു. ബാലാമണി ക്ഷമിക്ക്. ഈശ്വരനോട് ചിലപ്പോ രോഷവും പകയൊക്കെ തോന്നാറുണ്ട് എനിക്ക്. ഈ നിരപരാധികളെ തിരഞ്ഞു പിടിച്ച് വേദനിപ്പിക്കുക ഈശ്വരൻ. മുജ്ജന്മ പാപമായിരിക്കും സർ. ഏയ്, ഒരിക്കലുമല്ല. ഒരു ജന്മത്തിലും പാപം ചെയ്യാനാവില്ല ബാലാമണിക്ക്. ആനന്ദ് സാറിന്റെ നല്ല മനസ്സിന് നന്ദി. ബാലാമണി ഈ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ ഒട്ടും വൈകാതെ തന്നെ അവസാനിക്കും. എൻ്റെ അമ്മ ആശിച്ചതുപോലെ, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അഴകത്ത് തറവാട്ടിലേക്ക് ബാലാമണി മടങ്ങിച്ചെല്ലും. ഞാനോ? എന്തിനാ സർ? സ്വന്തം വീട്ടിലേക്ക്, ബാലാമണിക്ക് അവകാശപ്പെട്ട സ്വന്തം തറവാട്ടിലേക്ക് ചെല്ലുന്ന എന്തിനാണെന്നോ? ഇനി എവിടെ ആയിരിക്കും ബാലാമണി ജീവിതകാലം അത്രയും? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു കോണിൽ വെയിലും മഴയും ഏൽക്കാതെ കഴിയാൻ ഒരു കൂര, എന്റെ കുട്ടിയും ചേർത്ത് പിടിച്ച് ചുരുണ്ട് കിടക്കാൻ ഒരു പായ. ഇത് മാത്രമാണ് സർ എന്റെ അവകാശം. ദൈവം അതനുവദിച്ച് തന്നിട്ടുമുണ്ട്. അത് മാത്രം മതി എനിക്ക്.
ബാലാമണി അങ്ങനെ പറയരുത്. പക്ഷേ അതാണ് സത്യം. അഴകത്തെ വീടിന്റെ അവകാശി ബാലാമണിയല്ല. ഒരിക്കലും ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. അർഹിക്കുന്നതല്ലേ സർ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ.